കെ.പി.സി.സി അധ്യക്ഷനായി കെ സുധാകരൻ നാളെ തിരികെ ചുമതലയേൽക്കും. ചുമതല കൈമാറാൻ ഹൈക്കമാൻഡിന്റെ അനുമതി. എം ഹസനായിരുന്നു താൽക്കാലിക ചുമതല. അഖിൽ പാലോട്ടുമടം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അഖിൽ, ഈ വോട്ടെണ്ണൽ കഴിയും വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഇന്നലെ എം ഹസൻ നൽകിയ സൂചന. പക്ഷേ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം മറ്റൊന്ന്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തിൽ നിന്നും താൽക്കാലികമായിട്ട് കെ സുധാകരനെ മാറ്റി നിർത്താൻ വേണ്ടി ഹൈക്കമാൻഡ് തീരുമാനമെടുത്തത്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകാൻ പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിൽ സാധിക്കാതെ, സമയം ലഭിക്കാതെ വരുന്നത് കൊണ്ടാണ് താൽക്കാലികമായി ഒരാൾക്ക് ചുമതല നൽകി മാറ്റി നിർത്താൻ തീരുമാനമെടുത്തത്. വോട്ടെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിലായിരുന്നു സുധാകരനെ തിരിച്ചെത്തിക്കാനുള്ള ഒരു തീരുമാനം ഹൈക്കമാൻഡ് ഇപ്പോൾ പച്ചക്കൊടി വീശിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചില സംശയങ്ങളൊക്കെ തന്നെ നിലനിന്നിരുന്നു. കാരണം ഇതിനു മുമ്പ് ഒരിക്കൽ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്ന കാലത്ത് അന്ന് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ രമേശ് ചെന്നിത്തല പോകുമ്പോൾ താൽക്കാലിക ചുമതല അന്നും ഹസന് തന്നെയായിരുന്നു നൽകിയിരുന്നത്. അപ്പോൾ ഹസന് നൽകുന്ന സമയത്ത് അന്ന് തെരഞ്ഞെടുപ്പ് അവസാനിച്ച് വോട്ടെണ്ണൽ കഴിഞ്ഞതിനു ശേഷം മാത്രമാണ് രമേശ് ചെന്നിത്തല തിരിച്ച് കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ആ പതിവ് തന്നെ ആയിരിക്കും ഇത്തവണയും ഉണ്ടാകുമെന്നായിരുന്നു ഒരു പൊതുനിരത്തിലുണ്ടായിരുന്നത്. പക്ഷേ അത്തരത്തിലൊരു താമസം എന്തിനാണ് എന്നതായിരുന്നു സുധാകര പക്ഷത്തിൽ നിന്നുണ്ടായിരുന്ന ഒരു ചോദ്യം. അത് കഴിഞ്ഞ ദിവസം ചേർന്ന കെ.പി.സി.സി നേതൃയോഗത്തിലുമൊക്കെ തന്നെ ആ വിഷയം ഉയർന്നു വന്നിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരനെ തിരിച്ച ആ പദവി നൽകാൻ വേണ്ടി ഹൈക്കമാൻഡ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്.